നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഭാര്യ സംഗീത വിജയ്ക്കെതിരെ അവിഹിതം ആരോപിച്ച് ഡിവോഴ്സ് കേസ് കൊടുത്തതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യവും ഭാര്യയും മക്കളും വരാതിരുന്നതുമെല്ലാം ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ ജെയ്സൺ സഞ്ജയ് അച്ഛനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നുമാണ് നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും പുറത്തുവന്ന വാർത്തകൾ. അച്ഛനെ യാതൊരു തരത്തിലും മകൻ ജെയ്സൺ സഞ്ജയ് പിന്തുണയ്ക്കുന്നില്ല, പേരിൽ നിന്ന് അച്ഛന്റെ ഇനിഷ്യൽ പോലും മാറ്റിയെന്നൊക്കെയാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ എത്രയൊക്കെ ജെയ്സൺ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും അച്ഛന്റെ മാനറിസങ്ങൾ വിട്ടുപോകില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. ജെയ്സൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മ എന്ന ചിത്രത്തിലെ പാട്ട് പുറത്തു വന്നതിന് ശേഷം അത് ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ് ആരാധകർ. ഗാനരംഗത്ത് ജെയ്സണും അഭിനയിച്ചിട്ടുണ്ട്. അധികാരവും പദവിയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് സിഗ്മയിലെ പാട്ട്. പരോക്ഷമായി അത് വിജയ്ക്കുള്ളതാണ് എന്ന് വിരോധികൾ പറയുന്നുണ്ട്. പക്ഷേ പാട്ടിലേക്ക് കടക്കുമ്പോൾ ജെയ്സൺ സഞ്ജയുടെ പല മാനറിസങ്ങളും സ്റ്റൈലും അച്ഛൻ വിജയുടെ പോലെ തന്നെയാണ്. മാത്രമല്ല അച്ഛന്റെ സിനിമയിലെ ഒരു ഹിറ്റ് രംഗം ജെയ്സൺ ഈ പാട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വെറുപ്പെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്നാണ് വിജയ് ആരാധകരുടെ ചോദ്യം. പോക്കിരി എന്ന ചിത്രത്തിലെ ഒരു പാട്ട് രംഗത്തെ ജെയ്സൺ സീനിന് സമാനമായ ഒരു സീനാണ് ജെയ്സൺ സിഗ്മ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഷോട്ടുകൾ കോർത്തു വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വേട്ടേക്കാരൻ എന്ന ചിത്രത്തിൽ അച്ഛനൊപ്പം ഒരു ചെറിയ സീൻ ചെയ്തുവെങ്കിലും ജെയ്സൺ സഞ്ജയുടെ ഔദ്യോഗികമായ അരങ്ങേറ്റമാണ് സിഗ്മ എന്ന ചിത്രം. പക്ഷേ അച്ഛനെ പോലെ അഭിനയത്തിലേക്കല്ല, സംവിധാനത്തിലേക്ക്. സുന്ദീപ് കിഷനും ഫാരിയ അബ്ദുള്ളയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. ജെയ്സൺ സഞ്ജയ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസറിന് മികച്ച പ്രതികരണം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ജൂലൈ 30-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. എസ് തമനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. അതേസമയം 2021-ലാണ് വിജയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയതെന്നാണ് സംഗീത പറയുന്നത്. പിന്നീട് അങ്ങോട്ട് തന്നെ പൂർണ്ണമായും അവഗണിച്ചു. മുമ്പുണ്ടായിരുന്ന ജീവിതത്തിലെ സൗകര്യങ്ങൾ ഇല്ലാതായി. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. തനിക്കും മക്കൾക്കും അപമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഇരുവരും പ്രവർത്തിച്ചെന്നും സംഗീത ആരോപിച്ചു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംഗീതയും മക്കളും എത്തിയില്ല. എന്നാൽ തൃഷ കൃഷ്ണൻ എത്തി. വിജയുടെ ബന്ധുക്കൾ തൃഷയെ സ്വീകരിക്കുകയും ചെയ്തു. ഇത് പലർക്കും ആശ്ചര്യമായി. നിയമപരമായി ഇപ്പോഴും വിജയുടെ ഭാര്യ സംഗീതയാണ്. കേവലം ഒരു തിരക്കിന്റെ പേരിൽ വിട്ടുനിന്നതല്ല സഞ്ജയ് എന്നും മറിച്ച് അച്ഛനുമായുള്ള കടുത്ത ഭിന്നതയുടെ പരസ്യമായ പ്രഖ്യാപനമാണ് ഈ ബഹിഷ്കരണമെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകൾ കുറച്ചു കാലമായി കോളിവുഡിൽ പുകയുന്നുണ്ട്. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നുള്ള സഞ്ജയുടെ വിട്ടുനിൽക്കൽ. അമ്മയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിജയുടെ രാഷ്ട്രീയ യാത്രയോട് മകന് യോജിപ്പില്ല എന്നാണ് സൂചന. ആരില്ലെങ്കിലും തന്റെ അമ്മയ്ക്ക് കൂട്ടായി താൻ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാടിലാണ് സഞ്ജയ്. തന്നെ വഞ്ചിച്ച ഭർത്താവിന്റെ വിശേഷ ദിവസത്തിൽ ഒപ്പം കാമുകിയെ സ്വീകരിക്കുന്ന ഭർത്താവിന്റെ അമ്മയും ബന്ധുക്കളും എന്നിങ്ങനെയുള്ള കാഴ്ചകൾ ഇന്ന് സംഗീതയുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കാം. എന്നാൽ ആ മുറിവിലും ആശ്വാസമാണ് സംഗീതയ്ക്ക് മകൻ കാണിച്ച ആത്മധൈര്യം. പ്രത്യേകിച്ച് മാതൃദിനത്തിൽ അമ്മയ്ക്ക് ഇതിൽ വലിയൊരു സമ്മാനം ഒരു മകന് നൽകാനില്ല എന്ന് നെറ്റിസൻസ് പറയുന്നുണ്ട്. അച്ഛനൊപ്പം നിന്നാൽ ജെയ്സൺ സഞ്ജയ്ക്ക് നേട്ടങ്ങൾ ഏറെയാണ്. ബുദ്ധിമുട്ടില്ലാതെ സംവിധാന കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം. ശത്രുക്കൾ കുറയും. എല്ലാത്തിനും പുറമെ ആരാധകരുടെ വാഴ്ത്തലും. എന്നാൽ ഇതിനു വേണ്ടിയൊന്നും തന്റെ അമ്മയുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ ജെയ്സൺ സഞ്ജയ് തയ്യാറല്ല. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകൾ പറയുന്നത് പ്രകാരം ജെയ്സണ് അച്ഛനോട് സംസാരിക്കാറ് പോലുമില്ല. ഒരു വീട്ടിലല്ല ഇവർ താമസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും വിജയെ ജെയ്സൺ അൺഫോളോ ചെയ്തിട്ടുണ്ട്. പേരിൽ നിന്നും അച്ഛന്റെ പേര് നീക്കുകയും ചെയ്തു. അച്ഛന്റെ പിന്തുണ ഇല്ലെങ്കിലും ജെയ്സണിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ലണ്ടനിലെ ധനിക കുടുംബമാണ് സംഗീതയുടേത്. വിജയുടെ ചരിത്രപരമായ ദിവസത്തിലും മങ്ങലായി സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ജെയ്സൺ സഞ്ജയ് തന്റെ അച്ഛനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. നിലവിൽ വിജയ് സേതുപതി അടക്കം 36 പേരെ മാത്രമാണ് സഞ്ജയ് ഫോളോ ചെയ്യുന്നത്. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തന്റെ പേരിനൊപ്പമുള്ള അച്ഛന്റെ ഇനിഷ്യലായ വി മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരമായ എസ് ചേർക്കാൻ സഞ്ജയ് ഒരുങ്ങുന്നതായാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ജെയ്സൺ സഞ്ജയ് എസ് എന്നാകും ഇനി മുതൽ അദ്ദേഹം അറിയപ്പെടുക എന്നും സ്വന്തം അഡ്രസ്സിൽ നിന്നും അച്ഛനെ പൂർണ്ണമായും വെട്ടിമാറ്റാനുള്ള ഈ നീക്കം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്.
സത്യപ്രതിജ്ഞാ വേളയിലും നടി തൃഷ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം ബന്ധങ്ങളാണെന്ന തരത്തിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സംഗീതയെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതും തൃഷയ്ക്ക് ലഭിച്ച മുൻഗണനയും സഞ്ജയെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് പുതിയ ചരിത്രം കുറിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലെ പിണക്കങ്ങൾ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാകുകയാണ്. അച്ഛന്റെ തണലില്ലാതെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ച ജേസൺ സഞ്ജയ് തന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. വിജയുടെ മകൻ സിനിമയിലേക്കെന്ന വാർത്തകൾ നിറയുമ്പോഴും മകന്റെ സിനിമാ ജീവിതത്തിനായി വിജയ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജേസണിന് സിനിമയിലേക്കുള്ള വഴി തുറന്നത് അമ്മ സംഗീതയിലൂടെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ജേസൺ സഞ്ജയെ ലൈക്ക പ്രൊഡക്ഷൻസിൽ റെക്കമെൻഡ് ചെയ്തത് വിജയല്ല, ലണ്ടനിൽ താമസമാക്കിയ ബിസിനസ്സുകാരനായ സംഗീതയുടെ പിതാവാണ്. കൊച്ചുമകന്റെ സിനിമാ പ്രവേശനത്തിനായി ലൈക്ക പ്രൊഡക്ഷൻസുമായി സംസാരിച്ച് അവരുടെ സിനിമ ചെയ്യാൻ അനുമതി വാങ്ങി നൽകിയത് അദ്ദേഹമാണ്. സിനിമയുടെ പൂജയ്ക്കും വിജയ് പങ്കെടുത്തിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് കിഷൻ നായകനായി എത്തുന്ന സിഗ്മയാണ് ജേസൺ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം. ചിത്രത്തിന്റെ ടീസറിനും വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. എസ് തമനാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുക. 2009 വിജയുടെ വേട്ടക്കാരൻ എന്ന ചിത്രത്തിലാണ് ജേസൺ ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. നാനടിച്ച താങ്കമാട്ടെ എന്ന ഗാനത്തിലാണ് ജേസൺ അതിഥി വേഷത്തിൽ എത്തിയത്. അതേസമയം ചിത്രത്തെക്കുറിച്ച് സന്ദീപും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. രായന്റെ റിലീസിന് മുൻപാണ് ജേസൺ തന്നോട് കഥ പറഞ്ഞതെന്നും ആക്ഷനും തമാശയ്ക്കും പ്രാധാന്യമുള്ള ചിത്രമാണെന്നും താരം പറഞ്ഞിരുന്നു. ജേസന്റെ ആദ്യ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലും ആവേശത്തിലുമാണ് വിജയ് ആരാധകരുടെ ഉൾപ്പെടെ. 1999 ഓഗസ്റ്റ് 25-നായിരുന്നു ക്രിസ്ത്യൻ മതവിശ്വാസിയായ വിജയുടെയും ഹിന്ദു മതവിശ്വാസിയായ സംഗീതയുടെയും വിവാഹം. വിജയുടെ കടുത്ത ആരാധികയായിരുന്ന സംഗീത പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയാവുകയായിരുന്നു. നീണ്ട 27 വർഷത്തെ ദാമ്പത്യം ഇത്തരമൊരു തകർച്ചയിലെത്തിയത് ആരാധകരെ ഏറെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. തൃഷയുമായുള്ള വിജയുടെ ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് മുൻപും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വിവാഹമോചന വാർത്തകൾക്കിടയിൽ വിജയും തൃഷയും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒന്നിച്ചെത്തിയതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന ഊഹാപോഹങ്ങൾക്കും വർദ്ധിക്കുകയും ചെയ്തു. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജേസൺ തന്റെ പൂർണ്ണമായ പേരിൽ നിന്നും പിതാവ് വിജയുടെ വി എന്ന അക്ഷരത്തിന് പകരം അമ്മയുടെ പേരിൽ എസ് സ്വീകരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നതും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഇത്രയും കൊണ്ടൊന്നും ജേസൺ ഒതുങ്ങുന്ന ലക്ഷണമില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ജേസൺ സഞ്ജയുടെ ആദ്യ ചിത്രം സിഗ്മ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമാണ്. സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി തന്റേതായ പാത പിന്തുടർന്ന് ജീവിക്കുന്ന ഏകനായ ഒരു മനുഷ്യനാണ് ഈ സിനിമയിലെ നായകൻ. ഇയാൾ ഒളിപ്പിച്ചു വെച്ച നിധിയും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ക്രിമിനൽ ഹീസ്റ്റുകളും ഉൾപ്പെടുന്ന ചില സാഹസികതകളിലേക്കും ചെന്നു വീഴുന്ന കാഴ്ചയാണ് ഈ ചിത്രം. സന്ദീപ് കിഷൻ ആണ് ഈ ചിത്രത്തിലെ നായകൻ. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.